കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ദിയ കൃഷ്ണയുടെയും അശ്വിൻ്റെയും മകൻ ഓമി ബേബിയുടെ ഒന്നാം പിറന്നാൾ വിശേഷങ്ങളാണ്. കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമെല്ലാം ഓമിക്കൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും പങ്കുവെച്ച് സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു. എന്നാൽ പതിവ് പോലെ ഇത്തവണയും ഈ ജന്മദിനത്തിലും അശ്വിനും ദിയയും ഒരു യാത്രയിലായിരുന്നു. തൻ്റെ പേഴ്സണൽ ലൈഫിലെ ആഘോഷങ്ങളെല്ലാം തികച്ചും പേഴ്സണലാക്കി വെക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ദിയ. എന്നാൽ അതേസമയം തന്നെ തൻ്റെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയത് മുതലുള്ള എല്ലാ വിശേഷങ്ങളും ദിയ വ്ലോഗിലൂടെ ആരാധകരെ അറിയിച്ചിട്ടുമുണ്ട്. ലേബർ റൂമിൽ ദിയയ്ക്കൊപ്പം അശ്വിനും വീട്ടുകാരും ഉണ്ടായിരുന്നു. അന്ന് ആ പ്രസവ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാവുകയും ചെയ്തിരുന്നു. ആ കഠിനമായ സമയത്ത് വീട്ടുകാരും അശ്വിനും കൂടെ ഉണ്ടായിരുന്നത് തനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നുവെന്ന് ദിയ പിന്നീട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ജനനം മുതൽ മകൻ ഓമിയെ വ്ലോഗുകളിലൂടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഓമിയെ കാണാനായി മാത്രം ദിയയുടെ വ്ലോഗ് കാണുന്ന ഒരു വലിയ വിഭാഗം തന്നെയുണ്ട്. മകന്റെ കാര്യങ്ങളെല്ലാം സ്വന്തമായി തന്നെ ചെയ്യണമെന്ന് ദിയയ്ക്ക് വലിയ നിർബന്ധമുണ്ട്. താൻ തിരക്കിലാണെങ്കിൽ മാത്രം മറ്റൊരാൾ ചെയ്താൽ മതിയെന്നാണ് ദിയയുടെ നിലപാട്. തൻ്റെ ഈ സ്വഭാവത്തെക്കുറിച്ച് ദിയയുടെ അമ്മയും സഹോദരിമാരും സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. മുൻപ് തനിക്കും ഇതേ നിർബന്ധമുണ്ടായിരുന്നുവെന്നാണ് അമ്മ സിന്ധു കൃഷ്ണ പറയുന്നത്. അതുപോലെ തന്നെയാണ് ഓസിയും. നേരത്തെ പ്രത്യേകിച്ചൊരു ഉത്തരവാദിത്വമില്ലാതെ നടന്നിരുന്ന ആളായിരുന്നു ഓസി. എന്നാൽ അമ്മയായതോടെ ഓസി ഒരുപാട് മാറിപ്പോയെന്നും മകന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ ചെയ്യുന്നുണ്ടെന്നുമാണ് സഹോദരങ്ങൾ പറയുന്നത്. യാത്ര കഴിഞ്ഞെത്തുന്ന ഓമിയുടെ വരവിനായാണ് ഇപ്പോൾ വീട്ടിലെല്ലാവരും കാത്തിരിക്കുന്നത്. അവൻ വീട്ടിലെത്തിയാൽ അവനെ എടുക്കാൻ ഞങ്ങളെല്ലാവരും തമ്മിൽ അടിപിടിയാണെന്നാണ് സഹോദരിമാർ വ്ലോഗിലൂടെ പങ്കുവച്ചത്. എന്നാൽ സന്തോഷ വാർത്തകൾക്കിടയിലും ദിയയുടെ പുതിയ വീഡിയോയ്ക്ക് താഴെ വരുന്ന ചില കടുത്ത വിമർശനങ്ങളും ചോദ്യങ്ങളുമാണ്. ദിയയോട് അഹാനയെ പോലെയുള്ള ഒരു ക്യാരക്ടർ ആവരുതെന്നാണ് പലരും കമന്റുകളിലൂടെ ഉപദേശിക്കുന്നത്. മാസങ്ങൾക്ക് മുൻപ് അഹാനയും അശ്വിനും ഇൻസ്റ്റഗ്രാമിൽ പരസ്പരം അൺഫോളോ ചെയ്തതിനെ കുറിച്ചാണ് ഇപ്പോൾ ആരാധകർ ചോദിക്കുന്നത്. ഇരുവരും അൺഫോളോ ചെയ്യാനുണ്ടായ കാരണം എന്താണ്? അഹാനയുടെ യഥാർത്ഥ സ്വഭാവം അശ്വിന് മനസ്സിലായോ? തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് വീഡിയോയ്ക്ക് താഴെ ഉയരുന്നത്. കൂടാതെ അഹാനയും തൻവിയും തമ്മിലുള്ള പ്രശ്നത്തിൽ ദിയയുടെ നിലപാട് എന്താണെന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമാക്കിയത് അഹാനയും തൻവിയും തന്നെയല്ലേ? പിന്നെ എന്തിനാണ് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്ത് യൂട്യൂബർമാരെയും മറ്റും കുറ്റം പറയുന്നതെന്നാണ് പ്രേക്ഷകരുടെ ചോദ്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിന്നപ്പോൾ ദിയ ശരിക്കും തിരക്കിലായിരുന്നോ? അതോ നാട്ടുകാരുടെ ചോദ്യങ്ങൾ ഭയന്ന് എയറിലായിരുന്നോ എന്നും ചിലർ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം ഗോസിപ്പുകൾക്കിടയിലും ദിയയും അശ്വിനും തങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും പരസ്പരമുള്ള പിന്തുണയെക്കുറിച്ചും എപ്പോഴും വാചാലരാകാറുണ്ട്. ഒരു പ്രണയ വിവാഹത്തിലൂടെയായിരുന്നു ദിയയും അശ്വിനും ഒന്നായത്. ആദ്യ കാഴ്ചയിൽ അശ്വിനോട് അത്ര വലിയ ഇഷ്ടമൊന്നും തോന്നിയിരുന്നില്ലെന്നും എന്നാൽ അടുത്ത് പരിചയപ്പെട്ടപ്പോഴാണ് തെറ്റിദ്ധാരണകളെല്ലാം മാറിയതെന്നും ദിയ മുൻപ് പറഞ്ഞിട്ടുണ്ട്. സ്വന്തം കാര്യങ്ങളിൽ മാത്രമല്ല ദിയയുടെ ബിസിനസ് കാര്യങ്ങളിലും അശ്വിൻ വലിയ ശ്രദ്ധ പുലർത്തുന്നുണ്ട്. ജീവിതത്തിൽ കടുത്ത തിരിച്ചടികൾ നേരിടേണ്ടി വന്നപ്പോഴെല്ലാം അശ്വിൻ കൂടെയുണ്ടായിരുന്നു. അടുത്തിടെയായിരുന്നു തൻ്റെ ജോലി രാജിവെച്ച് അശ്വിൻ പൂർണ്ണമായും ദിയയുടെ ബിസിനസ്സിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ശരിക്കും ഒരു MD ലൈഫ് ആണെന്നാണ് ദിയ തമാശയോടെ പറയുന്നത്. പുതിയ സ്റ്റോക്കുകൾ പരിചയപ്പെടുത്താനും ഓഫറുകൾ പറയാനുമെല്ലാം ഇപ്പോൾ അശ്വിനും വീഡിയോകളിൽ എത്താറുണ്ട്. മുൻപ് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ മടിയായിരുന്ന അശ്വിൻ ഇപ്പോൾ ഓമിയുടെ കാര്യങ്ങൾ നോക്കുന്നതിലും വ്ലോഗിലും ദിയയ്ക്ക് വലിയൊരു പിന്തുണയായി ഒപ്പമുണ്ട്.